ഹലോ എവ്രിവൺ. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും സിമ്പിൾ പേപ്പർ എന്ന് പറയാറുണ്ടെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പഠനം ഈ പേപ്പറിന് അത്യാവശ്യമാണ്. 5 മൊഡ്യൂളിലെയും ഏത് ഭാഗത്ത് നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബിഫോർ വി ആർ സ്റ്റാർട്ടിംഗ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, the one thing I want to say, please subscribe our channel. Also post your valuable comments after watching the classes. ഇനി നമുക്ക് HRM സബ്ജക്റ്റിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 50% ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലെറ്റ് us see each topics. Define HRM. HRMന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് വൺ, ഡിഫൈൻ റിക്രൂട്ട്മെന്റ്. അതേപോലെ വാട്ട് ഈസ് മാൻ പവർ പ്ലാനിംഗ്. മാൻ പവർ പ്ലാനിംഗ് എന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇതേ ടോപ്പിക് എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടൊക്കെ ചോദിച്ചു വരാറുള്ളതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ഗ്രീവൻസ്. വാട്ട് ആർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ എർഗണോമിക്സ്. എർഗണോമിക്സ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതും കുറെ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ്, what is group interview. Another important topic is what is meant by succession planning. Next short answer question നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, what do you understand by selection. അതേപോലെ what is job enlargement, what is job description. ജോബ് എൻലാർജ്മെന്റ് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ടേം ലിവിംഗ് വേജസ്. അതേപോലെ വാട്ട് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് വാട്ട് ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇത് രണ്ടും ചോദിച്ചു കാണാറുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫോർമൽ ഇന്റർവ്യൂ. ഫോർമൽ ഇന്റർവ്യൂ എന്താണ്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഇത് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് WPM. ഇനി നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവർത്തിച്ച് ചോദിച്ചു വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്താണ്, അത് ഡിസ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഡിസ്ക്രൈബ് ദി ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ മാൻ പവർ പ്ലാനിംഗ്. നേരത്തെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ മാൻ പവർ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്താണ്, അതും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റും ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് ഇടയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. Next, briefly explain job design methods. Next, what are the steps in career planning? Career planning le steps endana?
കരിയർ എന്താണെന്നും അതിന്റെ സ്റ്റെപ്സ് എന്താണെന്നും ഒരു തവണ എസ്സേ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ കരിയർ പ്ലാനിംഗ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതേപോലെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ട്രെയിനിങ്. അങ്ങനെ പല രീതിയിൽ അത് ചോദിക്കാം. അടുത്തതായിട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മാൻ പവർ പ്ലാനിംഗ്. മാൻ പവർ പ്ലാനിംഗ് എന്താണ്, അതിന്റെ സ്റ്റെപ്സ് എന്താണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോസസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എംപ്ലോയീസ് ഇൻ എൻ ഓർഗനൈസേഷൻ. ട്രെയിനിങ്ങിന്റെ ഡെഫിനിഷൻ, അതിന്റെ സ്റ്റെപ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രെയിനിങ്, ഡിഫറെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കോമ്പൻസേഷൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്താണ്, കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേജ് ആൻഡ് സാലറി. എസ്സേ ക്വസ്റ്റ്യനിൽ ഇനിയും കുറച്ച് കണ്ടുവരുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കസ് വേരിയസ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ്. പെർഫോമൻസ് അപ്രൈസലിന്റെ വേരിയസ് മെത്തേഡ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിക്രൂട്ട്മെന്റ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇവിടെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന പ്രോസസ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഡിഫൈൻ HRM. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യാനാണിത്. അതേപോലെ അതിന്റെ കൺസെപ്റ്റും സ്കോപ്പും അതിന്റെ സ്റ്റെപ്സും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് കൂടുതലായിട്ടും ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്. എന്നിരുന്നാലും നമുക്ക് എല്ലാവിധ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യേണ്ടതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ വ്യക്തമായി പ്രോപ്പറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.